ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നല്ല സപ്പോർട്ടൊക്കെ ഇട്ടിരുന്നപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ വന്നാണ് ഗായ്സ്. നല്ല സപ്പോർട്ടായിരുന്നു ഗായ്സ്, നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ കുറെ ചെക്കന്മാര് വീഡിയോ കണ്ട് ഊക്കാൻ വരുന്നുണ്ട്. നമ്മളാരെയും നിർബന്ധിച്ച് കാണാൻ നിങ്ങൾ ഊക്കിക്കോളൂ, പക്ഷേ വീഡിയോ ഫുള്ള് കാണണം. കണ്ടിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുന്നില്ല, വാണ്ടിയിൽ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ അല്ലേ? നമ്മൾ കുറച്ച് ചെക്കന്മാർക്കാണ് ഞങ്ങള് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. അത് നിങ്ങൾ ഒന്ന് കണ്ടെഴുതിയാണ്ട് കാണേണ്ട ആൾക്കാര് ഊക്കാൻ വരികയാണെങ്കിൽ പോലും ഫുള്ളായിട്ട് കാണണം. അത് മസ്റ്റാണ് അല്ലേ? മസ്റ്റാണ്. കമന്റ് ഇട്ടോളി. ഞങ്ങളെന്ന് വന്നതെന്ന് വെച്ചാല് ഞങ്ങൾ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നാണ് സാധുവിന്റെ. അതെ, സാധുവിനെ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയണ്ടാവും. അറിയാത്തോലെ അറിയണ്ട, അപ്പൊ അറിഞ്ഞോളി. സാധുവിന്റെ വീട്ടിലാണ് ഞങ്ങൾ ഉള്ളത്. കാണിച്ച കാര്യങ്ങളൊക്കെ സാധുവിന്റെ വീട്ടിൽ ഞാൻ പിന്നെ മനു, ഇൻട്രോവേർട്ട് മനുണ്ട്. ഇതാ ഇപ്പൊ നിങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കണ്ടോക്കും സംസാരിക്കാൻ വയ്യാത്താണ്, ക്യാമറ കണ്ടാ സംസാരിക്കൂല. പേര് പറയടാ, പേര് പറയ്. ഓന് വലിയ സ്നാപ്പറാണ്. ഓന്റെ വിചാരം സ്നാപ്പ് കുറെ ഇട്ടിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടുന്നതാണ്. അപ്പൊ എന്താ സംസാരിക്കാൻ മനോ? സംസാരിക്കടാ. അതിന്റെ ഫോം എല്ലാം അടിച്ചോ. വാ വാ വാ. നമ്മൾ തന്നെയാണ് കൊറേ ചെടി ഉണ്ട് നമ്മളെ മുന്നില്. ഇതിന്റെ പേരൊന്നും അറിയില്ല, എന്നാലും എനിക്ക് കാട്ടിത്തരാം. ഞങ്ങള് പുറത്തുനിന്ന് ഇറക്കിയ സാധനമാണ്. വാഞ്ചലിന്റെ മാതിരി ഉണ്ട് കണ്ടല്ലോ, പക്ഷെ അതല്ല സാധനം, പഴയില്ല. പിന്നെ അങ്ങോട്ട് വേറെ സാധനം, പിന്നെ വേറെ സാധനം ഉണ്ട് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമാണ് കാട്ടി തരുന്നത്. ഇതാ ഇത് നിറം പോയതല്ല, ഒറിജിനൽ ഇങ്ങനെ തന്നെയാണ്. ഇല്ല. പിന്നെ വേറെ കിഡിലെ സാധനം ഉണ്ട്, നിങ്ങള് കാണാൻ സാധ്യത കുറവാ. അപ്പുറത്തെ വരിത്താണ് മൂച്ചി, അപ്പുറത്തെ വരിത്താണ്. പക്ഷെ ഈ വരിക്ക് എത്തിക്കണം. അപ്പൊ ഈ പകുതി ഭാഗം വലുതാണല്ലേ? അപ്പൊ അയിമാണ്ടാണ് വാങ്ങാൻ പറ്റും. അതെ. പിന്നെ വേറെ ഒരു അടിപൊളി സാധനം ഉണ്ട്. അടിപൊളി സാധനം ഇവിടെ ഫുള്ള് ചെടിയാണ്. ഇല്ലല്ലോ, ഇതെന്ത് ചെടി ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച് കമന്റ് ബോക്സിൽ ഇടണം. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എത്ര രൂപ കൊടുക്കണേ? നമ്മള് ഒരു സർപ്രൈസ് പ്രൈസ് ആണ് പറയണത്, എത്രയൊന്നും പറയണില്ല. പിന്നെ വേറെ കിഡിലെ സാധനം പറഞ്ഞാൽ കാണാൻ പറ്റില്ല. നട്ടുച്ച സമയം 2:30 ലൈറ്റ് നോക്കി, ലൈറ്റ് കാണണ്ടോ? അതെ, നിങ്ങൾക്ക് കാണണ്ടോ? ഇങ്ങനത്തെ ലൈറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആരെ കോണ്ടാക്ട് ചെയ്യണ്ടേ? സാധനം വിളിച്ചാൽ മതി. ഇതാ മറ്റേ നമ്മൾ നേരത്തെ കണ്ട അതേ സാധനം, ഇതും തന്നെ നേരത്തെ കണ്ട അതേ സാധനം. പിന്നെ ഇത് എന്താ ചോദിക്കുണ്ടാവും, ഉള്ളിൽ ലൈറ്റാണ് ഉണ്ടാവും. രാവിലെ കിട്ടക്കും. പിന്നെ ഇത് നിങ്ങൾ കാണാൻ സാധ്യത കുറവാണ്. ഇതെന്താന്ന് വെച്ചാല് ഇതിനെ പറ്റി ഞങ്ങൾക്ക് വല്ല ഐഡിയ ഇല്ല. ഇത് നമ്മക്കറിയാം, ഇതാണ് തെങ്ങ്. നമ്മക്ക് തേങ്ങ തരും, ഓല തരും. ഇത് സ്പെഷ്യലായിട്ട് പിന്നെതാ ചോപ്പ് സാധനം. ഈ പൂവിന്റെ പേരെന്താ? ഇത് കോഴിക്കത് നമ്മൾ കോഴിക്കാണ്. ഇതിനായിട്ട് നമ്മൾ പറഞ്ഞില്ലേ? ഇത് അടിപൊളി സാധനമാണ്. ഇത് കാണാൻ തന്നെ വേറെ ലുക്കാണ് നമുക്ക് തരുന്നത്. ഇതിന്റെ പേര് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ അടിപൊളി സാധനം പറഞ്ഞാ ഇത് നമുക്കറിയാം, നിങ്ങൾക്ക് അറിയാത്തവരുണ്ടാ ചിലപ്പോ. പിന്നെ ഇത് മാസന്മാരാണ് ഗായ്സ്. തെറ്റിപ്പോയി. ചീരന്റെ ഡ്യൂപ്ലിക്കേറ്റ് മാസന്മാരെ ലുക്ക്. ഇനി ചട്ടികൾ. ഇത് കറ്ററല്ല, മരുന്നാ കൊറേ ഉണ്ട്, കൊറേ ചെടികളുണ്ട്. ഇതൊക്കെ എന്താ ഇത് പറഞ്ഞോളി പറയട്ടോ. അതാ മുൾച്ചെടി മരുഭൂമി മാത്രമാണ് വായിച്ചുമ്പുറത്ത് കുടിച്ചാ മതി. അതെ, ഈ ചെടികളൊക്കെ വിൽക്കാനുള്ളതല്ല. പിന്നെ ഇത് ഞാൻ ആ പേരൊന്നും അറിയില്ല. ഇത് ചെടിയാണോ? ചെടിയാണ് ഗായ്സ്. പിന്നെ ഇത് ചെടിയില്ല. അതെ ഗായ്സ്, ഞങ്ങള് വീഡിയോ തുടങ്ങിയിട്ട് സാധനം പഠിച്ചിട്ടില്ല. അപ്പൊ സാധനം കിട്ടിയിരിക്കുന്നു. എന്റെ വീട്ടിൽ നമ്മളൊന്ന് വന്നിരിക്കണത് ഇതാണ് സാധനം ഗായ്സ്. അപ്പൊ ചെക്കന് മാറ്റി വരാൻ ആകെ ടൈം എടുത്തിക്കണം. കല്യാണത്തിന് പോകേണ്ട മണിയോട് ഇറങ്ങി. ഡ്രസ് എടുക്കാം മാലയും മാലയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ തപ്പി എടുത്തപ്പോ കുറച്ച് ടൈമായി അല്ലേ? ഒന്നിനുമില്ല, വീട്ടില് വെറുതെ വീഡിയോ എടുക്കാനോ തമ്മിൽ വന്നിരിക്കണത്. നമ്മള് വ്ളോഗിൽ വരണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട്. ഇത് സാധു, ഇത് മനു. സാധു എവിടെ പഠിക്കുന്ന? സാധു ഞാന് ഇപ്പൊ കോയമ്പത്തൂരാ. എന്നോട് ചോദിച്ചാൽ എനിക്ക് എന്തോ അറിയില്ല. എന്നോട് ചോദിച്ചു.
ചോദിച്ചതിന് പറഞ്ഞാൽ മതി ഇവിടെ കേട്ടോ. നമ്മള് ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. സാധു പറ ഞാൻ ഇപ്പൊ കോയമ്പത്തൂരാ പഠിച്ചണേ. കോയമ്പത്തൂര് പഠിക്കണേ. അവിടെ എന്താ പഠിക്കണേ? ചെറിയ കുട്ടിയല്ലേ? കോയമ്പത്തൂർ എന്താ പഠിക്കണേ? പറട്ടെ, എന്താ പഠിക്കണേ? ഞാൻ BCA പഠിക്കണേ. നിക്കേജെന്നാണ് ഇങ്ങനെ പോണേ. ഇത് ഇന്ന മേത്തേക്ക് തൊള്ളേക്ക് വരില്ലേ? ഇത് വരില്ലേ? ഞാൻ പറഞ്ഞില്ലേ തൊട്ടട കളിച്ചണ കാഴ്ച അവര് വലിയ പോത്തയക്കണ തൊട്ടട കളിക്കണ അവര്. എത്ര വലിപ്പായി. അതെ, എന്താ കിട്ടിയാ തോറ്റാ? അപ്പൊ എന്താണ് ആ മാനവും സാധോടെ നിക്കൊണ്ട് ഞങ്ങൾ ഒരുത്തന്നെ ഊക്കിട്ട് വരാം. ഒരുത്തന്നെ ഊക്കണം. നമ്മൾ കണ്ടോളൂ എങ്ങനെ ആരെങ്കിലും ഊക്കില്ല ഞങ്ങൾക്ക് ഉറക്കം കിട്ടില്ല. എങ്ങനെ ഒരാളെ ഊക്കാന്ന് നമ്മള് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. സോറി നമ്മള് സംസാരിച്ചു. എന്താ കറുപ്പ് കിട്ടാണ്ട് കണ്ടിറങ്ങിയാ ഇതെന്റെ പേരല്ലേ? മാറ്റി ഒരുങ്ങിയോണ്ട് ഞാൻ ചെങ്ങായിമാരെന്നോട് മാറ്റി. ചങ്ങായിമാര് അന്നെ പെണ്ണാണ വന്നല്ലേ ഇനി? പറഞ്ഞില്ലല്ലോ. ആ പിന്നെ എത്തിനാ മാറ്റി ഒരുങ്ങണ ആവശ്യം എന്താ ഇവിടെ? മൂന്നെത്തിനാ അത് നാട്ടില്ല. എന്തിനാ എത്ര തോനെ? ഇത്ര തോനെ എന്റെ പവറിനനുസരിച്ച് എനിക്ക് മോതിരം വേണം. പവറോ? കുട്ടികളെ സലാറിൽ പറ്റത്തല്ല. അത് പ്രഭാസ്. ഞാനൊക്കെ ഒരു അതിന്റെ മാല സബ്സ്ക്രൈബേഴ്സ് പ്രത്യേകം ഇതെന്താ കാര്യം? ഇതെന്ത് സ്റ്റൈലാണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക. പറയാ മനോ, എങ്ങനെയുണ്ട്? ഇത് നമുക്ക് അറിയേണ്ട സ്റ്റൈലാണ്. രണ്ടൊരു പൊട്ടന്മാരാ അന്നെ പറയണേ. പോകുന്നത് മനോര് സൈക്കിൾ റൈഡ് സ്റ്റാൻഡ് വരെ തട്ടിയിട്ടില്ല. പോണോ? മോട്ടറാക്കിയതാണ്. വെറും കത്തലിട്ടോ കാണണം. വെറുതെ മോട്ടറാക്കിയത് അങ്ങനെ പറഞ്ഞു. വെറും പൊട്ടോ മറുപടി ഇല്ല. വെറുതെ അങ്ങനെ വിട്ടാ പൊള്ളിയില് ആ ടയറില് കാറ്റില്ല. നോക്കി കണ്ടോ? ഉള്ളുപ്പില്ലാതെ പൗക്കാം. ഓട്ടോമാറ്റിക് സാധനമാണ് ഇത്. കണ്ടോ? വലിയൊരു പോത്ത് സൈക്കിള് പൊട്ടൻ കൊറേ ഊക്കി കിട്ടിയോണ്ട് ഊക്കാണെന്ന് മനസ്സിലാവാത്ത മനു കൊറേ ഊക്കി കണ്ടത് ഊക്കാണോന്ന് അറിയാത്ത. അടുത്ത മോട്ടർ ഉടമസ്ഥൻ. അപ്പൊ ഗായ്സ് ഞങ്ങള് വീഡിയോ അവസാനിപ്പിക്കാണ്. വീഡിയോയില് മനു വരുന്നില്ല, അവന് തെറ്റിക്കണേ. കണ്ടോ മനു എന്താ വെച്ചാൽ ഒരു സീക്രട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാതെ തെറ്റിയതാണ്. മനു ഇവിടെയൊക്കെ മനു നോക്ക് വലിയ സിഗ്മട്ടാണ് നോക്കുന്നത് വേണ്ട എന്നുള്ള വെച്ചാണ്ട്. വേറൊരു കാര്യം എന്താ വെച്ചാല് ഈ വീഡിയോയിൽ കാര്യമായിട്ട് കണ്ടില്ല ഞങ്ങൾക്കറിയാം. പിന്നെ മാണ്ടല് കണ്ടാൽ മതി. നമുക്ക് മാണ്ടല് കണ്ടാൽ മതി. മാണ്ടല് മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ കാണാം. ആരും ഫുള്ള് കാണാം. കളിയൊക്കെ വരുന്നവരൊക്കെ ഫുള്ള് കണ്ടിട്ട് കളിയൊക്കെ വരും. ഒരു കാലത്ത് ഇത് അനാൻസ് സ്റ്റോറി ഇടും. അതാരാ ഞാൻ അനാൻസിനെ വീട്ടിൽ കൊണ്ട് അടുത്ത ആഴ്ച ശനിയാഴ്ച. സത്യം നമുക്കൊന്നും ചെയ്യാല്ലോ. അവൻ പോകാൻ പോയി. അപ്പൊ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് ബൈ കുടിച്ചിട്ടില്ല. ബൈ.